ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജോബിൻ ഫ്രം MS സൊല്യൂഷൻസ്. എന്തിനു വേറെ സൊല്യൂഷൻസ്. നിങ്ങളുടെ +1 ക്രിസ്മസ് മലയാളം പരീക്ഷയിൽ ഈ ചോദ്യങ്ങൾ ഉറപ്പായും ചോദിച്ചിരിക്കും. നമുക്ക് സമയം ഒട്ടും വൈകിപ്പിക്കണ്ട, നമുക്ക് പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. ഇവിടെ മൗനം കുടിക്കുക എന്ന പ്രയോഗം ധ്വനിപ്പിക്കുന്നത് എന്താണ്? ഇവിടെ മൗനം കുടിക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സന്ദർശനം എന്ന കവിതയിലെ വരികളാണിവ. ഇപ്പൊ എന്താണ് ഇവിടെ മൗനം കുടിക്കുക എന്നതിലൂടെ കവി അർത്ഥമാക്കുന്നത് നോക്കാം. ഇവിടെ മൗനം കുടിക്കുക എന്നതിലൂടെ കവി അർത്ഥമാക്കുന്നത് പരസ്പരം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാമുകി കമിതാക്കളുടെ ജീവിതത്തെയാണ്, അല്ലെ? ഒരുപാട് കാലമായി അവർ പ്രണയിക്കുന്നു, ഒരു ഘട്ടത്തിൽ അവർ വേർപിരിഞ്ഞു, അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞ് അവർ കണ്ടുമുട്ടുകയാണ്. ഈ കണ്ടുമുട്ടലിൽ അവർക്കൊന്നും സംസാരിക്കാനില്ല. ഒന്നും സംസാരിക്കാതെ, ഒന്നും മിണ്ടാതെ, തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കാതെ മുഖത്തോട് മുഖം മാത്രം നോക്കി നിശബ്ദമായി മൗനത്തിലിരുന്നു പോകുന്ന ഇവരുടെ ഹൃദയ വികാരത്തെ സൂചിപ്പിക്കാനാണ് കവി ഇവിടെ മൗനം കുടിക്കുക എന്നതിലൂടെ അർത്ഥമാക്കിയിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യം. തുരുമ്പ് പിടിച്ച വിജാഗിരികൾ ഇളകുന്നത് പോലെയായിരുന്നു അവരുടെ ശബ്ദം. ആരുടെ ശബ്ദം? ആ വൃദ്ധയുടെ ശബ്ദം, അല്ലേ? ആ ഒരു ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന KR മീരയുടെ കഥയിലെ വരികളാണിവ. ഓർമ്മയുടെ ഞരമ്പിലെ ഈ വാക്യം കഥയുടെ പശ്ചാത്തലത്തെ പറ്റി നൽകുന്ന സൂചന എന്താണ്? നമുക്ക് നോക്കാം. തുരുമ്പ് പിടിച്ച വിജാഗിരി പോലെ, അതെ, വിജാഗിരികൾ തുരുമ്പ് പിടിച്ചതുപോലെ ഇവിടെ സ്ത്രീ ജീവിതവും തുരുമ്പ് പിടിക്കുന്നു. നമുക്കറിയാം, ഈ കഥയിലെ വൃദ്ധ എന്ന് പറഞ്ഞത് ഒരുപാട് എഴുതാൻ കഴിവുള്ളവളായിരുന്നു, കവിതയും കഥയും എഴുതുന്ന സ്ത്രീയായിരുന്നു, സാഹിത്യ അഭിരുചികളുള്ള സ്ത്രീയായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള സ്ത്രീയായിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ, ഭർത്താവിൻ്റെ പുരുഷ മേധാവിത്വത്തിന്റെ കീഴിൽ തൻ്റെ കഴിവും സ്വപ്നങ്ങളുമെല്ലാം ഇല്ലാതാക്കി തുരുമ്പ് പിടിച്ച വിജാഗിരി പോലെ ഇളകി ജീവിക്കുന്ന ആ സ്ത്രീയുടെ ദുരിതപൂർണമായ ജീവിതത്തെ, സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതത്തെ ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് തുരുമ്പ് പിടിച്ച വിജാഗിരികൾ എന്ന പദം എഴുത്തുകാരി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് കഴിവുണ്ടായ ആ സ്ത്രീയുടെ ജീവിതം പുരുഷ മേധാവിത്വത്തിന്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട ആ നാളിനെ സൂചിപ്പിക്കാനാണ്, ആ സ്ത്രീയുടെ ജീവിതത്തെ സൂചിപ്പിക്കാനാണ് ഇവിടെ തുരുമ്പ് പിടിച്ച വിജാഗിരി എന്നതിലൂടെ എഴുത്തുകാരി സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ ഞരമ്പ് ഒരു പ്രതീകമായി മാറുന്നുണ്ടോ? വിലയിരുത്തുക. ഉണ്ട്, അല്ലെ? ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന ഈ ഒരു കഥയിൽ എന്താണ് കാണാൻ സാധിക്കുക? ഞരമ്പ് എന്താണ്? ആ സ്ത്രീയുടെ ഓർമ്മകളെല്ലാം ഇല്ലാതാവുകയാണ്. എങ്ങനെ? ആ ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ ആ ഒരു കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീ മരിക്കുന്നില്ല, പകരം ഓർമ്മയുടെ ഞരമ്പറ്റുപോയി സ്ത്രീയുടെ ഓർമ്മകളെല്ലാം ഇല്ലാതാകുന്നു. ഈ ഓർമ്മകൾ ഇല്ലാതാക്കിയ ആ ഞരമ്പിന്റെ പൊട്ടൽ എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വം അടിച്ചേൽപ്പിച്ച ആ ഒരു അടിയുടെ പൊട്ടലാണ്. അതുകൊണ്ട് തന്നെ ഈ ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥയിൽ ഈ ഞരമ്പ് എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വത്തെ സൂചിപ്പിക്കുന്നു. തങ്ങളുടെ കഴിവിന്റെ, സ്വപ്നങ്ങളുടെ, ആഗ്രഹങ്ങളുടെ ഓർമ്മകളെയാണ്, താല്പര്യങ്ങളെയാണ് ആ ഞരമ്പിന്റെ പൊട്ടലിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സ്ത്രീയുടെ ഓർമ്മകളെ, ആഗ്രഹങ്ങളെ അടിച്ചമർത്തുന്ന, പൊട്ടുന്ന ആ ഞരമ്പിന്റെ ശക്തിയായി, അല്ലെങ്കിൽ ഓർമ്മകൾ ഇല്ലാതാക്കുന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായി ഏതു മാറുന്നു? ഈ വൃദ്ധയുടെ ജീവിതം മാറുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഞരമ്പിലൂടെ തെളിയുന്നത് ഭർതൃപീഡനമാണ്. ഒരു സ്ത്രീയുടെ ഓർമ്മകൾ ഇല്ലാതാക്കുന്ന, താല്പര്യങ്ങൾ ഇല്ലാതാക്കുന്ന പുരുഷ മേധാവിത്വത്തെ ഈ വരിയിലൂടെ, ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം. റോഡിന് മധ്യേ പിടിപ്പിച്ചിരിക്കുന്ന വർണ്ണച്ചെടികൾക്ക് പകരം നാട്ടുവൃക്ഷങ്ങളായിരുന്നു വേണ്ടിയിരുന്നത്. നസീറിന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് പ്രതികരണ കുറിപ്പ് എന്ന് പറയുന്നത്? ഒരു ചോദ്യം വായിച്ചാൽ അതിന് നിങ്ങൾക്കുള്ള പ്രതികരണം എന്താണ് എന്നാണ് ചോദ്യം അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് പ്രതികരണം വെച്ചാൽ എന്താണ്? ഈ റോഡിലൂടെ എന്തെങ്കിലും കാണുമ്പോൾ ഈ തെറ്റ് കാണുമെന്ന് പ്രതികരിക്കുന്നില്ലേ? അന്യൻ സിനിമയിൽ വിക്രം പ്രതികരിക്കുന്നില്ലേ? അങ്ങനെ അന്യം പറയുന്നില്ലേ? അതേപോലെ എന്താണ്, ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടാവും, അല്ലെ? അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നാണ് ചോദ്യം. നമുക്ക് പറയാൻ സാധിക്കും, നസീർ പറഞ്ഞത് കൃത്യമാണ്. റോഡിന്റെ ഇരുവശത്തും വേണ്ടത് ഒരുപാട് നിറങ്ങളുള്ള, വർണ്ണങ്ങളുള്ള വർണ്ണച്ചെടികളോ അലങ്കാര സസ്യങ്ങളോ അല്ല. നമുക്ക് തണൽ തരുന്ന തണൽ മരങ്ങളാണ്. ഈ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ജലത്തെ എത്തിക്കുന്ന വേരുകളെയാണ്. അതുകൊണ്ട് തന്നെ ആഗോളവൽക്കരണം,
നമ്മുടെ ഭൂമി ചുട്ടുപഴുത്ത് നിൽക്കുന്ന ഈ ഒരു നാഗരികവൽക്കരണം, ഈ കാലത്ത് നമുക്ക് തണുപ്പ് തരുന്ന, തണൽ തരുന്ന, നമ്മുടെ ജീവനെയും ജീവിതത്തെയും പിടിച്ചു നിർത്തുന്ന വേരുകളുള്ള ശക്തിയുള്ള വലിയ തണൽ മരങ്ങളാണ് നമുക്ക് ആവശ്യം. അല്ലാതെ കണ്ണിന് കുളിർമയണിയിപ്പിക്കുന്ന അലങ്കാര സസ്യങ്ങളോ വർണ്ണ ചെടികളോ അല്ല ആവശ്യം. അതുകൊണ്ട് തന്നെ എഴുത്തുകാരന്റെ വാക്കുകളോട് നമുക്ക് യോജിച്ചു നിൽക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ടി.പി. രാജീവന്റെ മത്സ്യം എന്ന് പറയുന്ന കവിതയുടെ വരികൾ. ഈ ഒരു പാഠഭാഗത്ത് നിന്നുള്ള ഈ ചോദ്യങ്ങൾ എടുക്കുന്നതിന്റെ കാരണം ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഈ എക്സാമിന് ഈ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് പഠിച്ച് കൃത്യമായി എഴുതാൻ സാധിക്കില്ലേ? അതുകൊണ്ടാണ് ഈ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. മണൽ തരിയോളം പോന്നൊരു മത്സ്യം കടൽ തിരയോടെ ഒറ്റയ്ക്ക് പൊരുതി നിന്നു. എന്താണ് ഈ വരിയിൽ തെളിയുന്ന ആശയം എന്ന് പറയുന്നത്? മണൽ തരിയോളം പോന്നൊരു മത്സ്യം, ചെറിയൊരു മത്സ്യം കൂറ്റൻ തിരമാലയോട് പൊരുതി നിന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ തിരമാല, കടൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ ഭൂമിയും ഈ ഭൂമിയിലെ ചുറ്റുപാടുള്ള പ്രശ്നങ്ങളുമാണ്. ഇവിടെ മത്സ്യം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ഭൂമിയിലെ ഏറ്റവും ചെറിയ കണികളിൽ ഒന്നായ മനുഷ്യനെയാണ്. ഈ കൂറ്റം തിരമാലയോട് പൊരുതി നിൽക്കുന്ന ഈ ചെറിയ മത്സ്യത്തെ പോലെ നമ്മളും എന്തു ചെയ്യണം? നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളോട്, ദുരിതങ്ങളോട് പൊരുതി എതിർത്ത് നിൽക്കണം. ഇന്നത്തെ ട്രെൻഡ് എന്താണ്? ചെറിയ കുട്ടികൾ എന്താ, ടൂറിന് പോകാൻ വീട്ടിൽ നിന്ന് പൈസ കൊടുത്തില്ലെങ്കിൽ അപ്പ ആത്മഹത്യ ചെയ്യും. പ്രണയം പൊട്ടിപ്പോയ അപ്പ ആത്മഹത്യ ചെയ്യും. അച്ഛൻ സൈക്കിളോ ബൈക്കോ വാങ്ങിക്കൊടുക്കാണ്ടുന്ന അപ്പം പോയി കയറി തൂങ്ങിച്ചാവും. ഇതൊക്കെ എന്താണ്? ബലിശമായ കാര്യങ്ങളാണ്. ഇതൊക്കെ മാറ്റിവയ്ക്കുക. ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും ദുരിതങ്ങൾ വന്നാലും അതിനെയൊക്കെ ഈ ചെറിയ മത്സ്യം കൂറ്റൻ തിരമാലകളെ എതിർത്ത പോലെ നിങ്ങൾക്കും എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വരികൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? കായലരികത്ത് എന്ന ചലച്ചിത്ര ഗാനത്തിൽ തെളിയുന്ന സാമൂഹിക അന്തരീക്ഷത്തെ കുറിച്ചുള്ള 2 ദൃശ്യ സൂചനകൾ കണ്ടെത്തുക. നമ്മുടെ കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി, ആ പാട്ടിലെ ആ കായലരികത്ത് എന്ന് പറയുന്ന പാട്ടിൽ തെളിയുന്ന 2 ദൃശ്യ സൂചനകൾ എന്തൊക്കെയാണ്? ദാരിദ്ര്യം, തൊഴിലില്ലായ്മ. അല്ലെ, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയാണ് ഈ ഒരു പാട്ടിൽ തെളിയുന്നത്. എങ്ങനെയാണ്? ഈ പാട്ടിന്റെ സീൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? യൂട്യൂബിൽ ജസ്റ്റ് കായലരികത്ത് നിന്ന് ടൈപ്പ് ചെയ്ത് അപ്പൊ പാട്ട് വരും. വല നെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ദരിദ്രനാണ് എന്ന്, തൊഴിൽ രഹിതനാണെന്ന് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും. ആ പഴയ ചായക്കട, പഴയ സാധാരണക്കാരായ മനുഷ്യർ, ഒരു സ്ത്രീ, സുന്ദരിയായ യുവതി കുടത്തിൽ വെള്ളവുമായി നടന്നു പോകുന്നു. ആ പെൺകുട്ടിയെ കണ്ട ഉടനെ ആ ഒരു ഗായകൻ അല്ലെങ്കിൽ ആ ചലച്ചിത്ര ഒരു കാമുകൻ പാട്ട് പാടുകയാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി എന്ന് പറയുന്ന പാട്ടിൽ തെളിയുന്ന ഭാവം എന്ന് പറയുന്നത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയുമാണ്. അന്നത്തെ കാലത്തെ ജനങ്ങളുടെ സാധാരണ ജീവിതത്തിന്റെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയുമാണ് ഈ ഒരു സിനിമ പാട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗത്ത് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ കൈകാര്യം ചെയ്തത് നിങ്ങളുടെ +1 ക്രിസ്മസ് മലയാളം പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പാഠഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോവുക. പക്ഷെ ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിന്റെ മറ്റിതര ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. പാഠഭാഗം കൃത്യമായി ഒന്ന് വിചാരണ ചെയ്തു പോകണം. അല്ലെ, പാഠഭാഗം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കാൻ പാടുള്ളൂ. ഉറപ്പായും 1 മുതൽ 16 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും, സന്ദർശനം മുതൽ മുഹിദ്ദീൻ മാല വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും കൃത്യമായി വായിച്ചു പോവുക. അതിൽ ലാത്തിയും വെടിയുണ്ടി വരെയുള്ള പാഠഭാഗം കൃത്യമായി ഒന്ന് പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് വാങ്ങാൻ സാധിക്കും. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്. താങ്ക് യു.